2012 ജൂലൈ 26 മുതൽ 29 വരെ അറ്റ്ലാന്റയിൽ വെച്ച് നടക്കുന്ന സീറോ മലബാർ നാഷണൽ കൺവെൻഷന് സാക്ഷ്യം വഹിക്കുന്ന ജോർജിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം സീറോ മലബാർ നാഷണൽ കൺവെൻഷൻ്റെ ചെയർമാനായ ശ്രീ എബ്രഹാം അഗസ്റ്റിനാണ് കൂടെയുള്ളത്. ശ്രീ എബ്രഹാം അഗസ്റ്റിൻ, സ്വാഗതം. ആദ്യമായി ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സീറോ മലബാർ നാഷണൽ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചുരുങ്ങിയ ഒരിടവേളയ്ക്ക് ശേഷം സീറോ മലബാർ രൂപതയുടെ 6ാമത് ദേശീയ കൺവെൻഷൻ അറ്റ്ലാന്റയിൽ നടക്കുകയാണ്. വടക്കേ അമേരിക്കയിലും കാനഡയിലുമായി ചിതറിക്കിടക്കുന്ന 10,000-കണക്കായ സീറോ മലബാർ വിശ്വാസികളെ ഒരു വേദിയിൽ ഒന്നിപ്പിക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൺവെൻഷൻ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ഉദ്ദേശത്തോടു കൂടി യുവജനങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി പ്രത്യേകമായ പ്രോഗ്രാമുകൾ ഈ കൺവെൻഷനിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് അമിതമായ സാമ്പത്തിക ബാധ്യതയില്ലാതെ വന്ന് സംബന്ധിക്കാവുന്ന രീതിയിൽ ആകർഷകങ്ങളായ പ്രൊമോഷണൽ പാക്കേജുകൾ ഈ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകതയാണ്. കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ആരൊക്കെയാണ് പ്രധാന വിശിഷ്ടാതിഥികൾ? പിന്നെ അതൊന്ന് ചുരുക്കത്തിലൊന്ന് വിശദീകരിക്കാം. കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്നും മറ്റ് നിരവധി മേധാധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ്. യുവജനങ്ങൾക്ക് വേണ്ടി മാറ്റ്മാർ എന്ന പ്രസിദ്ധ മ്യൂസീഷ്യൻ്റെ ഒരു കൺസേർട്ട് നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും മറ്റ് വ്യക്തികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കലാപരിപാടികൾ, ഓരോ ഇടവകകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള കലാപരിപാടികൾ നമ്മൾ പദ്ധതി തയ്യാറാക്കി വരുന്നുണ്ട്. യുവജനങ്ങൾക്കും അമേരിക്കൻ മണ്ണിലെ ഇളം തലമുറയിലെ യുവജനങ്ങൾ പങ്കെടുക്കുന്ന കലാപരിപാടികൾക്ക് നമ്മൾ മുൻതൂക്കം നൽകുകയാണ്. അങ്ങനെ ഈ കൺവെൻഷൻ എന്തുകൊണ്ടും സാംസ്കാരികവും അതുപോലെ തന്നെ റിലീജിയസുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപോലെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അറ്റ്ലാന്റ കൊക്കക്കോളയുടെയും CNN-ൻ്റെയും നാടാണെന്നല്ലോ പൊതുവെ സംസാരം. അറ്റ്ലാന്റയിലെ മറ്റ് അട്രാക്ഷൻസ് ഏതൊക്കെയാണ്? കൺവെൻഷനിൽ സംബന്ധിക്കുന്നവർക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാവും? തീർച്ചയായും. ഒളിമ്പിക്സിൻ്റെ നാടായ അറ്റ്ലാന്റയിൽ CNN-നും കൊക്കക്കോളയ്ക്കും അപ്പുറത്ത് നിരവധി ആകർഷക കേന്ദ്രങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം അറ്റ്ലാന്റയിലാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് പാർക്ക്, സ്റ്റോൺ മൗണ്ടൻ പാർക്ക്, ഇവയൊക്കെയും സന്ദർശിക്കുവാനുള്ള അവസരം ഈ കൺവെൻഷനോടനുബന്ധിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൺവെൻഷൻ എന്നൊരു ടൂർ പാക്കേജ് അതിനോട് തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെയിൻറ്റ് അൽഫോൻസ ഇടവക ദേവാലയം സന്ദർശിക്കുവാനുള്ള അവസരവും ഈ ടൂർ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ അഗസ്റ്റിന് അവസാനമായി ഒരു ചോദ്യം കൂടെ. നമ്മൾ ഈ നിൽക്കുന്ന കൺവെൻഷൻ സെൻറ്ററിലാണല്ലോ നമ്മുടെ സീറോ മലബാർ നാഷണൽ കൺവെൻഷൻ നടക്കുന്നത്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ കൺവെൻഷൻ സെൻറ്ററും അതിനോടനുബന്ധിച്ചും ഉള്ളതെന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ലോകോത്തര നിലവാരമുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററാണ് ജോർജിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ. അറ്റ്ലാന്റ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് തൊട്ടുകിടക്കുന്ന ഈ കൺവെൻഷൻ സെൻറ്ററിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്നവർക്ക് ഫ്രീ ആയി കൺവെൻഷൻ സെൻറ്ററിലേക്ക് എത്തുവാനുള്ള സ്കൈ ട്രെയിൻ സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ 12,000-ൽ പരം ആളുകൾക്ക് ഒരേ സമയത്ത് സമ്മേളിക്കുവാനും പ്രോഗ്രാമുകൾ നടത്തുവാനുമുള്ള അതിവിപുലമായ സജ്ജീകരണങ്ങൾ ഈ കൺവെൻഷൻ സെൻറ്ററിലുണ്ട്. ഈ കൺവെൻഷൻ സെൻറ്ററിനോട് തൊട്ടടുത്ത് തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള 2000-ൽ പണിതീർത്ത 2 പുതിയ ഹോട്ടൽ സമുച്ചയങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ വിധത്തിലും ലോകത്തിന് നിലവാരം പുലർത്തുന്ന ഈ കൺവെൻഷൻ സെൻറ്റർ ഇവിടെ വന്നെത്തുന്ന ആളുകൾക്ക് വളരെയേറെ അത്യാകർഷകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു അഗസ്റ്റിൻ. താങ്ക് യു. നിങ്ങൾ ഓരോരുത്തരെയും ഈ കൺവെൻഷനിലേക്ക് സഹർഷം സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.